കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് കേട്ടോ. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട്. ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ നമ്മുടെ സച്ചിദാനന്ദ കട്ട പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് കേട്ടോ. ആ പുഞ്ചിരിക്ക് എന്തൊരു ഭംഗിയാണെന്നോ. പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് 5 തിലകങ്ങളെ കൊണ്ട് ഒരു മാല മാതിരി ചാർത്തിയിരിക്കുന്നു. പൊന്നിൽ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബരപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. ഇടത് കൈയിൽ ഓടക്കുഴലും പിടിച്ച് അരയിൽ കുത്തി നിൽക്കുന്നു. വലത് കൈയിൽ കദളിപ്പഴവുമുണ്ട്. പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയെയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത്. ആ കണ്ണൻ്റെ പുഞ്ചിരിയിൽ മനം മയങ്ങി ആഹ്ലാദത്തോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി ഓടിപ്പോണു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. ആ പൊന്നുണ്ണി കണ്ണയെ, ആ സച്ചിദാനന്ദ കട്ടയെ നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊന്ന് വായിച്ചാലോ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പീതാംബരപ്പട്ടും വെളുത്ത പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്ത് ഇടത് കൈയിൽ ഓടക്കുഴലും പിടിച്ച് അരയിൽ കുത്തി നിൽക്കുന്ന, വലത് കൈയിൽ കദളിപ്പഴവും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന, പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക. ഒരു നിമിഷം കണ്ണടയ്ക്കുക, പ്രാർത്ഥിക്കുക. കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരുന്നു. ആ കണ്ണൻ അവിടെ കയറി വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് നിർത്തി ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ. നാരായണ നാരായണ നാരായണ. സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങളെല്ലാവരും ഉറക്കെ ജപിക്കുക. നാരായണ നാരായണ നാരായണ. ആ സ്നേഹത്തോടു കൂടിയുള്ള വിളി കണ്ണൻ തട്ടിക്കളയില്ല. കണ്ണന് കൂടുതൽ ഇഷ്ടമാകും. ആ കണ്ണൻ എന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളെ കൂട്ടിപ്പിടിച്ചൊരു മുത്തൊക്കെ തന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി കോരി തന്ന് കണ്ണൻ അനുഗ്രഹിക്കും. അതുറപ്പാണ്. ഉറച്ച വിശ്വാസത്തോടു കൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ സ്നേഹത്തോടുകൂടി ജപിച്ചോളൂ കേട്ടോ. നാരായണ നാരായണ നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസവും നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തി എല്ലാവരും ഉപാസിക്കുക. ഈ മന്ത്രം നിത്യ ഉപാസന ചെയ്താൽ ആയുരാരോഗ്യ സൗഖ്യം, സർവ്വസമ്പൽ സമൃദ്ധി, സർവ്വ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി വിട്ട് കളയരുത് കേട്ടോ. അപ്പം എല്ലാവരും ഈ കണ്ണൻ്റെ അച്യുതാനന്ദ ഗോവിന്ദ നാമത്രയ മന്ത്രം അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ എല്ലാവരും ജപിച്ചോളൂ കേട്ടോ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.